പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ വെളിയിൽ പോകാൻ തോന്നിപ്പോയോ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ടിബറ്റൻ മോമോസിൻ്റെ കട കണ്ടു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് പോയി കഴിക്കണമെന്ന് തോന്നി മോമോസ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് മോമോസ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഫുൾ മെനു നോക്കുവാണ്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ നോക്കുന്നുണ്ട്, ഇവരൊന്നും ഓർഡർ ചെയ്യാൻ പോകുന്നില്ല എന്ന രീതിയിലുള്ള നോട്ടമാണ് ചേട്ടൻ്റേത്. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞ് ചേച്ചി ഒരു ഫ്രൈഡ് മോമോസും ഞാൻ സ്റ്റീംഡ് മോമോസും ഓർഡർ ചെയ്ത്. എൻ്റെ പുള്ളി അവിടെ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ വീഡിയോസ് എടുപ്പ് കണ്ടിട്ട് പുള്ളി തിരിഞ്ഞും മറിഞ്ഞും മാറി മാറി ഫേസ് തരാതിരിക്കുകയാണ്. ഞാനും വിട്ടു കൊടുക്കാതെ ചേട്ടനെ തന്നെ ഫോക്കസ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നോക്കുന്നതെങ്കിലും കണ്ടിട്ട് ഒരു മോമോസ് ഫ്രീ ആയിട്ട് തരുമെന്ന പ്രതീക്ഷയിൽ കിട്ടിയില്ല ഗൈസ്, കിട്ടിയില്ല. പെട്ടെന്ന് കൊണ്ടുപോവാ ചേട്ടാ, വിശക്കുന്നേ എന്ന് പറഞ്ഞ് ഞങ്ങളിരിക്കുകയാണ്. ഈ ചേട്ടൻ ഇവിടെ അത് അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊന്നും കിട്ടുന്ന ലക്ഷണമില്ല. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഞങ്ങളുടെ മോമോസ് എത്തി. ഞങ്ങളിനിയും മോമോസ് എൻ്റെ ആദ്യം എത്തി, അത് കഴിഞ്ഞ് ചേച്ചിയുടെ എത്തി. ഇനി ഞങ്ങൾക്ക് മോമോസ് കഴിക്കണം. ചേച്ചിയോട് ഞാൻ ചേച്ചി ടേസ്റ്റ് ചെയ്യും, ഞാൻ വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ചേച്ചി അനുവദിക്കുന്നില്ല ഗൈസ്. അതിന് അവസാനം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട വന്നു. മോമോസ് കഴിച്ച് നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ചേച്ചിക്ക് റോസ് മിൽക്കും എനിക്കും എന്തെങ്കിലും ഒരു ഷേക്കോ എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ നേരെ റോസ് മിൽക്ക് രാജയിലോട്ട് പോയി. ഞങ്ങളുടെ ഫുഡ് കോർട്ടിൽ ഇവിടെ ഇതുണ്ട്. അപ്പം ഞങ്ങൾ അവിടുത്തെ റോസ് മിൽക്ക് നല്ല സൂപ്പറാണ്. അപ്പോൾ ഈ പുള്ളി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും ഇവിടെ പോയിന്ന് വീഡിയോ എടുക്കുകയാണ്. ചേച്ചി സ്ഥിരം റോസ് മിൽക്കും ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഡേറ്റ്സിൻ്റെ ഷേക്കുമാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈ പുള്ളി റോസ് മിൽക്ക് ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ അത് ബട്ടറൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി അടുത്ത് എൻ്റെ ഡേറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. ചേച്ചി സ്പെഷ്യൽ റോസ് മിൽക്കാണ് പറഞ്ഞത്, അതുകൊണ്ട് ഐസ്ക്രീമും ഉണ്ടായിരുന്നു റോസ് മിൽക്കിൻ്റെ കൂടെ. അങ്ങനെ റോസ് മിൽക്ക് റെഡിയാക്കി പുള്ളി ശേഷം ചേച്ചിക്ക് കൊടുക്കുകയാണ്. ചേച്ചി അതും പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുക കുറേ നേരം കൊണ്ട്. കണ്ടോ ചേച്ചിയുടെ നിൽപ്പ് കണ്ടോ ഗൈസ്? ഇത് കണ്ടപ്പോൾ ഉള്ള എക്സ്പ്രഷൻ കണ്ടോ? ഇനി അടുത്ത് അങ്ങനെ എൻ്റെ ഡേറ്റ്സിൻ്റെ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി അതിനു വേണ്ടി ഡേറ്റ്സൊക്കെ എടുത്ത് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി എൻ്റെ ഡേറ്റ്സിൻ്റെ ഷേക്കും കിട്ടി. അപ്പം തന്നെ ഞാൻ പുള്ളിയെ കൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഞങ്ങളൊരു ഷവർമയും വാങ്ങിച്ച് ഷേക്കും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു.